ഫെബ്രുവരി 2026 ടാക്സ് പീരീഡ് മുതൽ ഇൻട്രസ്റ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയി കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ടാക്സ് പീരീഡിലെ ഏതെങ്കിലും ഇൻവോയ്സ് കറണ്ട് ടാക്സ് പീരീഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് സിസ്റ്റം സെക്ഷൻ 50 പ്രകാരം ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഫെബ്രുവരി 2026 ടാക്സ് പീരീഡിലെ ഇൻട്രസ്റ്റ് ടേബിൾ 5.1 ഓഫ് മാർച്ച് 2026 പീരീഡ്, ആ പീരീഡിലെ GSTR 3Bയിൽ ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ടേബിൾ 5.1 ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ. ഇവിടെ യുവർ എമൗണ്ട്, സിസ്റ്റം കമ്പ്യൂട്ടഡ് എമൗണ്ട്, ഇത് രണ്ടും കാണാൻ പറ്റും. ഈ എമൗണ്ട് സിസ്റ്റം ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായി ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇൻട്രസ്റ്റും ലേറ്റ് ഫീസും ഓട്ടോമാറ്റിക്കായി വരുന്നില്ല. അതിൻ്റെ ഒരു സൊല്യൂഷൻ അഡ്വൈസറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയൊരു അഡ്വൈസറി വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ടാക്സ് പെയർ മേ ക്ലിക്ക് ഓൺ റീകമ്പ്യൂട്ട് ഇൻട്രസ്റ്റ് ബട്ടൺ പ്രൊവൈഡഡ് അണ്ടർ ടേബിൾ 5.1 ഓഫ് GSTR 3B. ഇവിടെയാണ് റീകമ്പ്യൂട്ട് ഇൻട്രസ്റ്റ് ബട്ടൺ ഉള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റീകമ്പ്യൂട്ട് ചെയ്യും. ആ റീകമ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് സിസ്റ്റം ജനറേറ്റഡ് GSTR 3Bയിൽ കാണാൻ പറ്റും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു PDF ഫയലായിരിക്കും വരുന്നത്, സിസ്റ്റം ജനറേറ്റഡ് GSTR 3B. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റീകമ്പ്യൂട്ടഡ് ഇൻട്രസ്റ്റ് കാണാൻ പറ്റും. ആ ഇൻട്രസ്റ്റ് ഇവിടെ ഫില്ല് ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇൻട്രസ്റ്റ് ഇവിടെ വരികയുള്ളൂ. ഇപ്പോൾ GSTN പറഞ്ഞിട്ടുള്ള അഡ്വൈസറി, GSTN ഇഷ്യൂ ചെയ്തിട്ടുള്ള അഡ്വൈസറിയിൽ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ ഇതാണ്. റീകമ്പ്യൂട്ട് ഇൻട്രസ്റ്റ് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ഇൻട്രസ്റ്റ് വേണം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനുവലി എഡിറ്റഡ് ഇൻട്രസ്റ്റ് സിസ്റ്റം ജനറേറ്റഡ് ഇൻട്രസ്റ്റിനേക്കാളും കുറവായിരിക്കാൻ പാടില്ല. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.